സുഹൃത്തുക്കളെ, ഇങ്ങനെ ചക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് പുഷ്ടിവളമാണ് ഇട്ടത്. ഇത് നോക്കൂ, നിലത്തുനിന്ന് പഠിക്കാം. മറ്റേ മരത്തെ കയറണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലുണ്ടോ നമുക്ക് നിലത്ത് നിന്ന് പറിക്കാവുന്ന രീതിയിലുള്ള ചക്കയാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കിയോ, എത്രയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിയോ. പുഷ്ടി ജൈവവളം ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ മാങ്ങ. ഇത് കാണാം, ആർക്കും വേണമെങ്കിൽ കാണാം. മാങ്ങ ഉണ്ടെന്ന് നോക്കാം, മുകളിലോട്ട് നോക്കിയാൽ അറിയാം. 100 മാങ്ങ ഈ കുഞ്ഞു മാവേലുണ്ട്. പക്ക കാ മാത്രമേ ഞാൻ പറിക്കുള്ളൂ. ഈ വളവിട്ട് കിട്ടുന്നതുകൊണ്ടുള്ള നേട്ടമാണ്. എനിക്കെല്ലാം കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ 2 ഏക്കറിൽ നിന്ന് എനിക്ക് അറ്റാദായമുണ്ട്. അതൊക്കെ ഒരാൾ പൊക്കം നോക്കി, എൻ്റെ പൊക്കത്തില്ല. എൻ്റെ ഇത് ഇത്രയും പൊക്കത്തിലുണ്ട്. ഈ വേനൽക്കാലത്ത് ഇതിക്കുള്ള ഒരു കായുള്ള ഒരു പറമ്പും കാണാൻ സാധ്യതയില്ല. ഇതിലൊക്കെ 1, 2, 3, 4 കായുണ്ട്. ഇങ്ങോട്ട് വന്നാലും 3 കായുണ്ട്. ഈ വേനൽക്കാലമാണെന്ന് കൂട്ടണം. ഞാൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് വാരിയിടുക. ഇതുവരെയും കലക്കിയൊന്നും ഒഴിച്ചിട്ടില്ല. ചെടിയുടെ ഇവിടുന്ന് ഒരടി വിട്ട്, പിന്നെ മഴയുള്ളപ്പം വേണം ഇതിടാൻ. ഒരടി വിട്ട് പിന്നെ ഏകദേശം 1 കിലോ വെച്ച് കൊടുക്കണം. ഞങ്ങളുടെ നാട് ഇടുക്കി, ജൈവ കൃഷിയുടെയും ഏലകൃഷിയുടെയും കുരുമുളക് കൃഷിയുടെ നാട്. ഭൂപ്രകൃതി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജില്ലയാണ് ഇടുക്കി. ലോകത്തിലെ ഏറ്റവും നല്ല ഭൂപ്രകൃതിയും സൗന്ദര്യമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. നമുക്ക് കാണാം, പ്രദേശത്തേക്ക് കാണുന്നത് ഇടുക്കി ജില്ലയുടെ ഇടുക്കി ഡാമിൻ്റെ വൃശ്ചിപ്രദേശങ്ങളാണ് ഇപ്പം കാണുന്നത്. നമസ്കാരം, എൻ്റെ പേര് സണ്ണി ജേക്കബ്. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കിയിലെ ഇരട്ടയാർ പഞ്ചായത്തിൽ വാഴവര വാർഡിലാണ് താമസിക്കുന്നത്. ഞാനൊരു റിട്ടയർ അധ്യാപകനാണ്. 2021 റിട്ടയറായി. അതിനുശേഷം ഊർജിതമായിട്ട് കൃഷിപ്പണികൾ തുടങ്ങി. ഏലം, കുരുമുളക് മുതലായ കൃഷികൾ. ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ഉപയോഗിക്കുന്നത് പുഷ്ടിവളം എന്ന് പറഞ്ഞൊരു വളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്ത് എൻ്റെ ഒരു പ്ലാവ് കായ്ച്ച കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് മൊത്തം പുഷ്ടിവളമാണ്. ഏലക്ക ഈ വേനൽക്കാലത്തും ഇപ്പോൾ ഏലക്ക ഞാൻ ഇപ്പം കാണിച്ചു തരാം. കൃഷി 9 ബോൾട്ട് എന്ന് പറയുന്ന ഏലക്കൃഷിയാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ വേനൽക്കാലത്തും 3 മുതൽ 4 വരെ ഒരു ചരത്തിലുണ്ട്. പുഷ്ടിവളപ്രയോഗം കൊണ്ടാണ് എനിക്കിത് നേട്ടം ഉണ്ടായത്. 3 ഏക്കറിൽ 1500 കൃഷിയുണ്ട്. എനിക്ക് ഈ വർഷത്തെ എൻ്റെ അറ്റാദായം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് 20 ലക്ഷം രൂപയുടെ ആദായം നിലവിൽ എൻ്റെ ഈ 2.5 ഏക്കറിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏലക്ക ഇരിക്കുന്ന ഇപ്പം കാണിച്ചു തരാം വേണമെങ്കിൽ. ഉണക്കക്കായിരിക്കുന്നു എൻ്റെ സ്റ്റോറിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഏലക്കൃഷി കൊണ്ട് ഈ വളപ്രയോഗം കൊണ്ട് എനിക്ക് നല്ല ലാഭകരമായിട്ട് എനിക്ക് കൃഷി ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. ഈ വർഷത്തെ നല്ല ഞാൻ 3 പ്രാവശ്യം ലേലത്തിന് വെച്ചു. 4ാമത്തെ 5ാമത്തെ തവണ ഏലക്കായാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു നോക്കി ചാക്കണ്ണി നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 9, 10, 11, 12, 13, 14, 15, 16, 17 ചാക്കുണ്ടോ ഇവിടെ. ഈ എൻ്റെ പറമ്പിൽ നിന്നുണ്ടായി. ഞാൻ കച്ചവടക്കാരനല്ല. എൻ്റെ ഈ പറമ്പിൽ നിന്നുണ്ടാക്കിയ ഏലക്കായാണ് ഇത്. ഇത്ര ഇരിക്കുന്നു, ഇപ്പോൾ കാണാമല്ലോ, ഇത് ഏലക്കായ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ കൊണ്ട് ലേലത്തിന് വെക്കും. എനിക്കൊരു 3000 രൂപ വെച്ച് കിട്ടും. കാണിച്ചാൽ എനിക്ക് 4,300 1 കിലോ ഏലക്ക കിട്ടുന്ന മനുഷ്യനാണ്. 4,300 പച്ചക്കായ്ക്ക് 1 കിലോ ഏലക്ക കിട്ടും, ഉണക്കക്ക കിട്ടും. അത്ര അങ്ങനെ നമ്മൾ പിഞ്ചൊന്നും പറിക്കുകയില്ല. പക്ക കാ മാത്രമേ ഞാൻ പറിക്കുള്ളൂ. ഈ വളവിട്ട് കിട്ടുന്നതുകൊണ്ടുള്ള നേട്ടമാണ് ഉണ്ട്. എനിക്കെല്ലാം കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ 2 ഏക്കറിൽ നിന്ന് എനിക്ക് അറ്റാദായമുണ്ട്. ഇതെല്ലാം ചിലവ് കഴിഞ്ഞിട്ട് മിച്ചടിക്കുന്നത്. ഇപ്പോൾ ഒരു 700 കിലോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ 3000 രൂപ വെച്ചോട്ടെ ഉണ്ട്. അത്ര ഉണ്ട്. 3 വർഷമായി. അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ അവർക്കൊന്നും വിശ്വാസം പറഞ്ഞൊന്നുമില്ല. ഞാനിപ്പോൾ അപ്പുറത്ത് എൻ്റെ ഇപ്പം നിലവിൽ കായ്ച്ചിരിക്കുന്ന ചെടിയും കൂടെ കാണിച്ചില്ല. 4 കാ നിലവിലുണ്ട്. ഇപ്പം നിലവിലിരിക്കുന്ന ചെടി ഈ വേനൽക്കാലത്ത് ഒരിടത്തും കായില്ല. എവിടെയെങ്കിലും കായുണ്ടോ എനിക്കറിയത്തില്ല. എൻ്റെ ചെടികളുണ്ട്. അങ്ങോട്ട് പോ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാലത്ത് എൻ്റെ ചെടിയിൽ 3 കാ, ഇത് ചേട്ടൻ നോക്കാം, 3 കാ 4 കായുണ്ട്. ഞാൻ സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ പുഷ്ടി വളം ഉപയോഗിച്ചതിൻ്റെ പേരിലുണ്ടായ ഒരു നേട്ടമാണ് എനിക്ക്. ഇത് നോക്കുക, എല്ലാവർക്കും ചെടി നോക്കാം. ചെടി നോക്കിയിട്ട് എല്ലാ ചെടി നോക്കിയോ, അങ്ങോട്ട് ആ സൈഡിലെടുത്തു, എല്ലായിടത്തും ഇതുപോലെ ഉണ്ട്, എടുത്തിട്ടുണ്ടോ?
ഇതുകൊണ്ട് ഇത് പുതിയൊരു ചിമ്പയെന്ന് കായ ഉണ്ടാകുന്ന ഒരു സംവിധാനം. ചിമ്പയെന്ന് ചരം ഉണ്ടായിരിക്കുന്നു. ഇത് നോക്കൂ, ഇത് ചിമ്പ് വളർന്നു വന്നിട്ട് ചിമ്പയെന്ന് വന്നിരിക്കുന്നു. പുതിയൊരു വെറൈറ്റി ചിമ്പയെന്ന് ചരമാണ് കായായി വരുന്നുള്ളൂ. ഈ വളപ്രയോഗം കൊണ്ടുണ്ടായിരിക്കുന്നത് ഈ വേനൽക്കാലത്ത് ഇതിൽ ഒരു നോക്കൂ, ഇതിലൊക്കെ 1 2 3 4 കായുണ്ട്. ഇങ്ങോട്ട് വന്നാലും 3 കായുണ്ട്. ഈ വേനൽക്കാലമാണെന്ന് കൂട്ടണം. ഇതെല്ലാം 4 കായുണ്ട്. ഇതെല്ലാം 4 കാ, ഇതിൽ 4 കാ, ഇതിൽ 4 കാ. അത് ഈ വളപ്രയോഗം കൊണ്ട് മാത്രം. പുഷ്ടി വളം ഇടുന്നു, നനയ്ക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങോട്ട് നോക്കി ആ ചെടി നോക്കിയോ, ഇത് ഒരു ചെടിയല്ല, ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ചെടിയൊന്നുമല്ല. ഇതല്ലേക്ക് നോക്കൂ, ഇവിടെ തൊട്ട് നോക്കിയാൽ ഇത് 4 ചെടി 3 കാ. ഇത് ഈ വേനൽക്കാലം നോക്കണം, കടുത്ത വേനൽക്കാലത്ത് 3 കാ എടുത്ത് നോക്കൂ. തൊട്ട് 3 കാ. അരയാൾ പൊക്കത്തിൽ ചരമുണ്ട്. അത് ഒരാൾ പൊക്കത്തിലുള്ള ചരമുണ്ട്. ഇതൊക്കെ ഒരാൾ പൊക്കം നോക്കി, എൻ്റെ പൊക്കത്തില്ല. ഇത് എൻ്റെ ഇത് ഇത്രയും പൊക്കത്തിലുണ്ട്, എൻ്റെ കായുണ്ട്. ഇവിടെ എടുത്ത് നോക്കിയോ, നോക്കിക്കോട്ടോ. ഇങ്ങോട്ട് വരെ ഇതുകൊണ്ടോ ചെടികൾ. ഈ വേനൽക്കാലത്ത് ഇതിക്കുള്ള ഒരു കായുള്ള ഒരു പറമ്പും ഇത് കാണാൻ സാധ്യതയില്ല. നമ്മളെല്ലാം എല്ലാ കൊത്തയിലും ഒരു 3 കാ ശരാശരി ഉണ്ട്. ഇതിൽ 8 കായുണ്ട് നിലവിൽ, കാണാമല്ലോ. കായ ഇത് വിളഞ്ഞ കായ ഇതുണ്ടോ, കരിങ്കായുടെ 32 അരിയുണ്ട്. ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് എണ്ണണം. 2 3 6 8 10 32 അരി വരെ ഉണ്ട്. ഇത് കിടക്കുന്നു, കൈ കിടക്കും. 32 അരിയുണ്ട് ഒരു കായയിൽ. മറ്റേ പുഷ്ടി എന്ന് വളമിട്ടതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു നേട്ടം എനിക്ക്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ചക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് പുഷ്ടിവളമാണ് ഇട്ടത് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ഇത് നോക്കൂ, നിലത്തുനിന്ന് പഠിക്കാം. മറ്റേ മരത്തെ കയറണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലുണ്ടോ, നമുക്ക് നിലത്ത് നിന്ന് പറിക്കാവുന്ന രീതിയിലുള്ള ചക്കയാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കിയോ, എത്രയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കൂ. ഒറ്റ വളം, പുഷ്ടിവളം കൊണ്ട് മാത്രമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന് ചോട്ടിക്കൂടി ഇടുക, ഇത് ചോട്ടിക്കൂടി ഇടുക, നനയ്ക്കാനുണ്ട്. എൻ്റെ അവിടെ ഉണ്ട് 60,000 ലിറ്റർ വെള്ളമുള്ള കുളമാണ് കിടക്കുന്നത്. വെള്ളം നനയ്ക്കാൻ സൗകര്യമുണ്ട്. വളം ഇടുക, നനയ്ക്കുക, അത് മാത്രം മതി. സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇതൊരു ചെറിയ മാവാണ്, 4 മാസമുള്ളൂ. ഇതിൽ 100-ലധികം മാങ്ങ ഇപ്പം നിലവിൽ കായ്ച്ചു കിടക്കുകയാണ്. മാങ്ങ കാണാം, ഇതാ നോക്കുക. 1 കിലോ വരെ വളരുന്ന മാങ്ങയാണ്. ഒരു മാങ്ങ 1 കിലോ വരെ ആകും. കോശേരി മാങ്ങ എന്നാണ് ഇതിൻ്റെ പേര്. പുഷ്ടി ജൈവവളമാണ് ഇതിനിടുന്നത്. 2 വർഷമായിട്ട് ഇത് കായ്ച്ചിട്ടില്ല. 3-ാം വർഷം കായ്ക്കുമെന്ന് പറഞ്ഞു. പുഷ്ടി ജൈവവളം ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ മാങ്ങ. ഇത് കാണാം, ആർക്കും വേണമെങ്കിൽ കാണാം. മാങ്ങ ഉണ്ടെന്ന് നോക്കാം, മുകളിലോട്ട് നോക്കിയാൽ അറിയാം. 100 മാങ്ങ ഈ കുഞ്ഞു മാവേലുണ്ട്. ഇത് വളരുന്ന 1 കിലോ 1.25 കിലോ വരെ വരും. മാങ്ങയുടെ വളർച്ച എന്ന് പറയുന്നതാണ്. ഞങ്ങളുടെ നാട് ഇടുക്കി, ജൈവ കൃഷിയുടെയും ഏലകൃഷിയുടെയും കുരുമുളക് കൃഷിയുടെ നാട്. ഭൂപ്രകൃതി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജില്ലയാണ് ഇടുക്കി. ലോകത്തിലെ ഏറ്റവും നല്ല ഭൂപ്രകൃതിയും സൗന്ദര്യമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. നമുക്ക് കാണാം, പ്രദേശത്തേക്ക് കാണുന്നത് ഇടുക്കി ജില്ലയുടെ ഇടുക്കി ഡാമിൻ്റെ വൃശ്ചിപ്രദേശങ്ങളാണ് ഇപ്പം കാണുന്നത്. ഇപ്പോൾ ഇച്ചിരി വെള്ളക്കുറവുണ്ടെങ്കിൽ പോലും ലോകത്തിലെ ഇത്രയും സുന്ദരമായ സ്ഥലം. 365 ദിവസവും ഇതുപോലെ കാറ്റടിക്കുന്ന സ്ഥലം. ചൂടില്ല, നല്ല കാലാവസ്ഥ. ഇത് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാവുന്ന ഒരു അന്തരീക്ഷമാണ്. ഏറ്റവും ഇവിടെ കൃഷിയിൽ ഇടുക്കിയിലെ കഴിഞ്ഞിട്ടുള്ളൂ ഏലകൃഷിയിലും കുരുമുളക്, ഇഞ്ചി അങ്ങനെ കൃഷിയിൽ ഏറ്റവും മികച്ചത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ സുഹൃത്തായ ഷാജി പാലുമേൽ ഉപയോഗിക്കുന്ന പുള്ളിയുടെ നേതൃത്വത്തിലുള്ള പുഷ്ടി വളമാണ് ഞങ്ങൾ ഈ ഏലകൃഷിക്ക് ഉപയോഗിക്കുന്നത്. പുള്ളിയുടെ നിന്ന് വളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് 3 വർഷമായിട്ട് തീർച്ചയായിട്ടും നല്ല ഉൽപ്പാദനം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. 3 വർഷമായിട്ടാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അന്ന് മുതൽ ഷാജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കൃഷിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാജി തരുന്ന വളങ്ങളും പ്രയോഗങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു പരാജയം കൃഷി പൈരളിൽ ഉണ്ടായിട്ടില്ല.
സാർ ഇപ്പോൾ കൃഷിക്കാർ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടുള്ളത് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്താനും പോവാണ്. അപ്പോൾ സാർ പറഞ്ഞതൊക്കെ ജനറലുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ? ഇദ്ദേഹം പറഞ്ഞതുപോലെ റിസൾട്ട് കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ട്. അതിപ്പം സ്ഥലം കാണിച്ചല്ലോ. അതെ, സ്ഥലം കാണിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ നേരിട്ട് വന്ന് എൻ്റെ തോട്ടം വന്ന് കാണാമല്ലോ. ആർക്ക് വേണമെങ്കിലും എൻ്റെ കൃഷിഭൂമി ഈ വേനൽക്കാലത്തും ഏറ്റവും കുറഞ്ഞത് ഒരു 3 കാ 4 കാ ഒരു ചരത്തിലുണ്ട് ഈ കടും വേനൽക്കാലത്ത്. അങ്ങനെ ഒരു കൃഷിഭൂമി ഇവിടെ മാടവരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാടവരെ നല്ല ഇടുക്കി ജില്ലയിൽ തന്നെ കാണാൻ വളരെ സാധ്യത കുറവായിരിക്കും. ഇപ്പം നിങ്ങളെ കാണിച്ചല്ലോ. അതെ അതെ ശരി. ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഈ വീഡിയോയിൽ കുറച്ച് പേര് ഇനി കമന്റ് പറയും. അതൊക്കെ പറയാം. അതിപ്പോ നമ്മൾ പ്രതികരിക്കണം. എൻ്റെ ഒരു മാവ് കാണിച്ചു, എൻ്റെ ഒരു പ്ലാവ് കാണിച്ചു. ഇത്രയും ചക്ക ഉള്ള ഒരു പ്ലാവോ മാവോ ഇവിടെ ആരെങ്കിലും കാണിച്ചു തരട്ടെ. അത്രയും മതി. അടുത്തൊരു പ്ലാവ് ഇവിടെ കിടക്കുന്നു, ഒരു 60-50 ചക്കയുണ്ട്. ഇതുള്ളൂ. ഈ വളം എന്ന് പറയുന്നത് 45 വർഷമായിട്ട് കേരളത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നിർമ്മിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ് ആലുവയിലുള്ള കമ്പനിയാണ്. ഞാനിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് ഒരു 4 വർഷക്കാലമായി. ഞാൻ ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ വളം നല്ല കൃഷിക്കാർ നോക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ബിസിനസ്സിൽ നിന്നുള്ള ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യവും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിന് മുൻകൈ എടുത്ത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത് വാങ്ങിയ കർഷകരെല്ലാം 3 വർഷമായി വാങ്ങുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും എന്നിൽ നിന്ന് തന്നെ ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കർഷകൻ കാണുമ്പോൾ തന്നെ ഇതിൽ ഇന്ന ഘടകങ്ങളുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ ഒന്ന് നോക്കുമ്പോൾ തന്നെ വളത്തിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ട് തന്നെ അവർക്ക് അത് വാങ്ങാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കശുവണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം വേർതിരിഞ്ഞ് വാരി കഴിയുമ്പോൾ തന്നെ അവർക്ക് കാണാം. ബാക്കി ഒരു കമ്പനിയുടെ വളത്തിലും അങ്ങനെ അത് സവിശേഷമായി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം പൊടി പൗഡറായിരിക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് കർഷകർക്ക് വേറിട്ട് നമുക്ക് കാണാം. മറ്റേ പൊടിയായി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. മാവിൻ്റെ അകത്തുനിന്ന് എന്ന ഐറ്റം നോക്കി നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതെല്ലാം വെറൈറ്റി നമുക്ക് തരംതിരിച്ച് കഴിഞ്ഞാൽ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്കും, കടലപ്പിണ്ണാക്കും എല്ലാം നമുക്ക് തരംതിരിച്ചെടുക്കാം. ഇതിൻ്റെ തൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കൃഷിക്കാരന് പറ്റും. മറ്റേ ഇത് പൊടിച്ചു കഴിഞ്ഞാലേ നൈസല്ലേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടോ. അതുകൊണ്ട് പ്രദേശ തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വാങ്ങാൻ കൃഷിക്കാരോട് പറയുകയും ചെയ്യുന്നത്. ഇത് 50 കിലോ ബാഗാണ് നിലവിൽ വിപണിയിലുള്ളത്. ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പലരും കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ 25 കിലോ ബാഗ് കൂടി ഞങ്ങൾക്ക് അവൈലബിൾ ആക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ചെറുകിട കർഷകർക്ക് കാരണം ഇപ്പോൾ ഈ ലേബേഴ്സിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതൊരു 25 കിലോ നമ്മുടെ കൃഷിക്കാരനെ ചോന്നുകൊണ്ട് തോട്ടത്തിൽ കൊണ്ട് ഉപയോഗിക്കാം. മറ്റേ ഈ ഹിന്ദിക്കാരെല്ലാം നാട് വിട്ടു പോയില്ലേ, 50 കിലോ നമ്മളെ കൊണ്ട് തന്നെ ചോന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നമുണ്ട്. അതിപ്പം കമ്പനിക്കാർ തീരുമാനിക്കേണ്ടി വരും, നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. വളം വാങ്ങിയാൽ ഹാപ്പിയാണ്, സന്തോഷമാണ്. എൻ്റെ ഏലം കണ്ടല്ലോ. ഇപ്പം ഈ വേനൽക്കാലത്തും 4 കായുണ്ട്. ജൂൺ 15 എനിക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. ഇപ്പോൾ എടുത്തപ്പോഴും പലതും പഴമായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് വിജയൻ. ഞാൻ നെടുങ്കണ്ടത്ത് താമസിക്കുന്നു. ഞാൻ കാർഡമം റിസർച്ചിൽ ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡായി വന്നിട്ട് ഇപ്പം ഏലക്കൃഷി തുടങ്ങിയിട്ട് ഇപ്പം 4-5 വർഷത്തോളം ആകുന്നു. എനിക്ക് 1000-ഓളം ഏലച്ചെടികളുണ്ട്. CVCയുടെ പുഷ്ടി വളം ഉപയോഗിക്കുന്നു, കുഴപ്പമില്ല, നല്ല ഈൽഡുണ്ട്. CVCയുടെ പുഷ്ടി എന്ന വളത്തിൽ അടങ്ങിയിരിക്കുന്ന കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, 6 ഐറ്റം അടങ്ങിയിരിക്കുന്ന വളമാണ് പുഷ്ടി എന്ന വളം. അത് 1 കിലോ തൊട്ട് പിന്നെ താഴോട്ട ചെടിയുടെ വലിപ്പം അനുസരിച്ച് കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് വാരിയിടുക. ഇതുവരെയും കലക്കിയൊന്നും ഒഴിച്ചിട്ടില്ല. ചെടിയുടെ ഇവിടെ നിന്ന് ഒരടി വിട്ട്, പിന്നെ മഴയുള്ളപ്പം വേണം ഇതിടാൻ. ഒരടി വിട്ട് പിന്നെ ഏകദേശം 1 കിലോ വെച്ച് കൊടുക്കണം ചെടിയുടെ വലിപ്പം അനുസരിച്ച്.